ഒലിവ് മരത്തിൻ്റെ നിഴൽ വീണ കൂരയ്ക്ക് മുൻപിൽ ദൂരങ്ങളിലേക്ക് കണ്ണുകൾ പായിച്ച് അവളിരുന്നു. കൂടൊഴിഞ്ഞു പോയ സഹോദരൻ്റെ ഓർമ്മകളുമായി ആരെയോ കാത്ത് ഒരു വിഭ്രാന്തിയിൽ അവളിരുന്നു. പൊടി നിറഞ്ഞ വഴിക്കും അപ്പുറം തലമുടി പാറിപ്പറന്ന ഒരു നിഴൽ കടന്നു വരുന്നു. അവളോട് നെഞ്ചൊന്ന് പിടഞ്ഞു. ആര്? ഇതവൻ തന്നെയോ? ഒത്തിരി സ്നേഹിച്ച സ്നേഹിതൻ്റെ വേർപാട് അറിയുവാനാവും. നെടുവീർപ്പുകൾ തോറാമഴയായി പെയ്തിറങ്ങുമ്പോൾ കണ്ണുനീർ പുഴയായി ഒഴുകിയിറങ്ങി കവിള് തുറച്ച് പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ എനിക്ക് നഷ്ടമാകില്ലായിരുന്നു. കാരുണ്യം നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളിൽ നിന്ന് വേദനയുടെ നിറങ്ങൾ ഒലിച്ചിറങ്ങി. വിറയാർന്ന ചുണ്ടുകളുടെ കോണുകളിൽ നിന്ന് കരിവന്റെ സ്വരമുയർന്നു, അവനെവിടെ? ശവക്കുഴിയുടെ മുമ്പിൽ നിന്ന് കൈകൾ നീട്ടി വിളിച്ചു, 4 നാളായെങ്കിലും നീ ഇനിയും ജീവിക്കും. മജ്ജയും മാംസവും നിന്നിൽ നിറച്ചവനു വേണ്ടി, നിന്നെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി തിരിച്ചു വരൂ. ജീവൻ പിരിഞ്ഞ് യാത്രയാകുമ്പോൾ, പ്രതീക്ഷയുടെ ഒരു ലോകത്തിലേക്ക് തിരികെ നടക്കുമ്പോൾ നിന്നെ കാത്തിരിക്കുന്നത് ദുഃഖമോ വേദനയോ അല്ല. ഇത് ഒരു തിരശ്ശീല മാറുന്നത് പോലെ മാത്രമല്ലേ? യാത്രയുടെ പരിസമാപ്തി ലില്ലിപ്പൂക്കളുടെ താഴ്വരയിലേക്കാണ്. അവിടെ വേദനയോടെ കാട്ടുപുഷ്പങ്ങൾ വിരിയാറില്ല. നിന്നെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കാൻ ആരൊക്കെയോ അവിടെ കാത്തു നിൽപ്പുണ്ട് എന്ന് നീ അറിയുക. 6 അടി മണ്ണിൽ എന്നെ യാത്രയാക്കി നിങ്ങൾ മറയുമ്പോൾ, വിസ്മൃതിയുടെ ലോകത്തിലേക്ക് പതിയെ നിങ്ങൾ വീണു തുടങ്ങുമ്പോൾ ഓർക്കുക, അവിടെ ഞാൻ ഏകനല്ല. ശവക്കുഴിയുടെ മുൻപിലെ കല്ല് മാറ്റുവാൻ ഒരാൾ കാത്തിരിപ്പുണ്ട്.